ലൈഫ് സയൻസ് അക്കാഡമി ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത് ബയോ മെംബ്രെയിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം സെൽസ് എന്ന് പറയുന്നത് മെംബ്രെയിൻ ബൗണ്ട് ആണ് അല്ലെ. ആനിമൽ സെൽ ആയിക്കോട്ടെ പ്ലാന്റ് സെൽ ആയിക്കോട്ടെ ഏതൊരു സെല്ലും എന്താണ് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ എന്താണ് ഈ മെംബ്രെയിൻ? ആ ഒരു മെംബ്രെയിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. ഓക്കെ, അപ്പോ എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ബൗണ്ടറി, അതൊരു ബൗണ്ടറി ആണ് അല്ലെ. ദാറ്റ് സെപ്പറേറ്റ്സ് എ സെൽ ഫ്രം ഇറ്റ് സറൗണ്ടിങ്. ഒരു സെല്ലിനെ അതിന്റെ സറൗണ്ടിങ്ങിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന ആ സെല്ലിന്റെ ഒരു ബൗണ്ടറി ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെല്ലിൽ മാത്രമാണോ കാണുന്നത്? സെല്ലിന്റെ അകത്തുള്ള ഓർഗനലൈസും എന്താണ് മെംബ്രെയിൻ ബൗണ്ട് ആണ് അല്ലെ. ഇപ്പൊ ഗോൾജി, ER, മൈറ്റോകോൺട്രിയ പോലുള്ള ഓർഗനൽസ് എല്ലാവരും തന്നെ എന്താണ് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ട് കാണുന്ന ഓർഗനലയാണ്. ആൻഡ് അതേപോലെ തന്നെ മെംബ്രെയിൻ ഫങ്ഷൻസ് ടു ഓർഗനൈസ് ബയോളജിക്കൽ പ്രോസസ്സസ് ബൈ കമ്പാർട്ട്മെന്റലൈസിങ് ദം അല്ലെ. മെംബ്രെയിൻ എന്തും കൂടെ ചെയ്യുന്നുണ്ട്, ഓരോ സെല്ലിന്റെ ഓരോ ഭാഗത്തിനെയും കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. ബയോളജിക്കൽ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് മെംബ്രെയിൻ ഓൾസോ ഫങ്ഷൻസ് ടു കമ്പാർട്ട്മെന്റലൈസ് അല്ലെ. അപ്പോ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ബൗണ്ടറി ദാറ്റ് സെപ്പറേറ്റ്സ് എ സെൽ ഫ്രം ഇറ്റ് സറൗണ്ടിങ്. ഒരു സെല്ലിനെ അതിന്റെ സറൗണ്ടിങ്ങിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന ബൗണ്ടറിനെയാണ് എന്ത് പറയുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ മെംബ്രെയിന്റെ ഓരോ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ മെംബ്രെയിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ബയോളജിക്കൽ മെംബ്രെയിൻ? എന്തൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് ബാരിയർ, ഓഫ് കോഴ്സ്. സെല്ലിനെ അതിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന ഒരു ബാരിയർ ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ. സോ പ്ലാസ്മ മെംബ്രെയിൻ ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ അല്ലെ. ഒരു സെല്ലിനെ അതിന്റെ എക്സ്റ്റേണൽ സറൗണ്ടിങ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനെ എന്താ എക്സ്റ്റേണൽ സറൗണ്ടിങ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അതൊരു ബൗണ്ടറിയുമാണ്, ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറും കൂടിയാണ് അല്ലെ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ? റെഗുലേറ്റ് ദി ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയോളജിക്കൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണെന്ന് അല്ലെ. അപ്പൊ എന്താ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില മോളിക്യൂൾസിനെ മാത്രമേ, വളരെ സെലക്റ്റീവ് ആയിട്ടാണ് അവരെന്താണ് മോളിക്യൂൾസിന്റെ ട്രാൻസ്പോർട്ടിനെ മീഡിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ചില മോളിക്യൂൾസിനെ മാത്രമേ അവര് കടത്തി വിടുള്ളൂ, ചിലവരെ എന്ത് ചെയ്യുന്നില്ല, കടത്തി വിടുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓരോ മോളിക്യൂൾസിന്റെയും മൂവ്മെന്റ്, ഇൻ ആൻഡ് ഔട്ട് ഓഫ് സെൽ മൂവ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. Okay, so biological membrane functions to regulate the transport of molecules in and out of the cell. സെല്ലിന്റെ അകത്തും സെല്ലിന്റെ പുറത്തേക്കുമുള്ള മോളിക്യൂൾസിന്റെ മൂവ്മെന്റ്, അതിന്റെ ട്രാൻസ്പോർട്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദേ ആർ സെലക്റ്റീവ്ലി പെർമിയബിൾ. Then it provides anchoring site for cytoskeleton filaments. Cytoskeleton filaments ന്റെ anchoring site ആയിട്ട് കൂടെ ആര് ആക്ട് ചെയ്യുന്നുണ്ട്? ബയോളജിക്കൽ മെംബ്രെയിൻ ആക്ട് ചെയ്യുന്നുണ്ട്. Then interlocking surfaces bind cells together. Interlocking surfaces സെൽസുകളെ തമ്മിൽ ബൈൻഡ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ സ്റ്റിമുലസ്. സെല്ലിന്റെ എക്സ്റ്റേണൽ കാണുന്ന സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യാനും ആർക്ക് പറ്റും? സെൽ മെംബ്രെയിനു പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് സെപ്പറേറ്റ് ദി ഇന്റേണൽ എൻവയോൺമെന്റ് ഓഫ് ദ സെൽ ഫ്രം ഇറ്റ്സ് എക്സ്റ്റേണൽ സറൗണ്ടിങ്. ഒരു സെല്ലിന്റെ ഇന്റേണൽ എൻവയോൺമെന്റിനെ അതിന്റെ എക്സ്റ്റീരിയർ എൻവയോൺമെന്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കാന്നുള്ള ഫംഗ്ഷനും ആർക്കുണ്ട്? ബയോളജിക്കൽ മെംബ്രെയിൻ ഉണ്ട്. Okay, so what are the functions of biological membrane? Protective barrier ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സെൽസിന് അതിന്റെ ഇന്റേണൽ എൻവയോൺമെന്റിന് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെല്ലിലേക്കുള്ള മോളിക്യൂൾസ് ഇൻ ആൻഡ് ഔട്ട് മൂവ്മെന്റ്, ട്രാൻസ്പോർട്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സൈറ്റോസ്കെലറ്റൽ എലമെന്റിന്റെ ആങ്കറിംഗ് സൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. തുടങ്ങിയ പല ഫങ്ഷൻസും ആർക്കുണ്ട്? ബയോളജിക്കൽ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, then നമ്മുടെ ഈ ബയോളജിക്കൽ മെംബ്രെയിൻ എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പല 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 മോഡൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ മോഡൽസ് ആയിട്ട് നോക്കാം. ആദ്യം ലിപ്പിഡ് ബൈലെയർ മൂവ്മെന്റ് ആണ്. ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഗോട്ടർ ആൻഡ് ഗ്രൻഡൽ ഇൻ 1925.
Gorter and Grendel in 1925 proposed the lipid bilayer model. Lipid bilayer model propose ചെയ്തത് 1925 Gorter and Grendel ആണ്. അപ്പോൾ according to this lipid bilayer movement, ഈ lipid bilayer model മൂവ്മെന്റ് അല്ല, ലിപ്പിഡ് ബൈലെയർ മോഡൽ പ്രകാരം എങ്ങനെയാണ് ബയോളജിക്കൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സി ഈ പിക്ചറിൽ കാണിച്ചതുപോലെ നോക്കിക്കേ, ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് പോലെ according to their lipid bilayer model, this biological membrane ഉണ്ടാക്കിയിട്ടുള്ളത് 2 layers of lipids കൊണ്ടാണ്. ഓക്കെ, ഇവിടെ ഇതൊരു ലെയർ ഓഫ് ലിപ്പിഡ്, ഈ കാണിച്ചിട്ടുള്ളത് ലിപ്പിഡ് ആണ്. then ഇതെന്താണ്, രണ്ടാമത്തെ ലെയർ ഓഫ് ലിപ്പിഡ്. അപ്പോൾ 2 ലെയർ ഓഫ് ലിപ്പിഡ്സ് കൊണ്ടാണ് ബയോളജിക്കൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ആര് പറഞ്ഞത്? ഗോർട്ടറും ഗ്രൻഡലും പറഞ്ഞിട്ടുള്ളത്. Okay, so according to the Gorter and Grendel model of biological membrane, which is the lipid bilayer model, they proposed that cell membrane consists of a double layer of lipid molecules. Lipid molecules ന്റെ 2 ലെയർ ആയിട്ടാണ് സെൽ മെംബ്രെയിനെ കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് അവർ പറയുന്നത്. Okay, and with the hydrophilic head facing outwards. Hydrophilic എന്ന് പറയുമ്പോൾ വാട്ടർ ലവിങ് അല്ലെ. ഹൈഡ്രോഫിലിക് എൻഡ് നോക്കിക്കേ, ഹെഡ് നോക്കിക്കേ, ഹെഡ് റീജൻ ഈ റൗണ്ടിൽ കൊടുത്തിട്ടുള്ളതാണ് ഹെഡ് റീജൻ. ഓക്കെ, ഈ ഹെഡ് റീജൻ എന്താണ്? ഹൈഡ്രോഫിലിക് ആണ്. ആൻഡ് ദേ പ്രൊജക്ട് ഔട്ട്വേർഡ്സ്. ഹൈഡ്രോഫിലിക് എൻഡ് ഔട്ട്വേർഡ്സിലും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ റീജൻ. ഓക്കെ, ഇതാണ് ടെയിൽ റീജൻ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്. ഹൈഡ്രോഫോബിക് എന്ന് പറയുമ്പോൾ വാട്ടർ ഹേറ്റിംഗ് ആണ്. ഹൈഡ്രോഫോബിക് ടെയിൽ റീജൻ ഇന്റീരിയറിലേക്കും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് റീജൻ ഔട്ട്വേർഡ് പ്രൊജക്ട് ചെയ്തിട്ടുമാണ് ലിപ്പിഡ്സിനെ കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, hydrophilic head facing outwards and hydrophobic tail facing inwards. Hydrophilic end outwards ഉം hydrophobic tail inward ഉമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ് ഈ ഒരു മോഡലിന്റെ ലിമിറ്റേഷൻ? ഓക്കെ, എന്തുകൊണ്ടാണ് ഈ മോഡൽ അംഗീകരിക്കപ്പെടാതിരുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയല്ല, കറക്റ്റ് ഉള്ള മോഡൽ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞത് എന്താണ് അതിന്റെ ലിമിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് കുഡ് നോട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ദ പ്രോട്ടീൻ കമ്പോണൻസ് ഓഫ് ദി മെംബ്രെയിൻ. ഇപ്പൊ മെംബ്രെയിൻ ലിപ്പിഡ് കൊണ്ട് മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷെ ഈ മെംബ്രെയിനിൽ കാണുന്ന പ്രോട്ടീൻസിനെ പറ്റിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇറ്റ് കുഡ് നോട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ദി പ്രോട്ടീൻ കമ്പോണൻസ് ഓർ ദ മെംബ്രെയിൻസ് സ്പെസിഫിക് പ്രോപ്പർട്ടീസ്. മെംബ്രെയിന്റെ സ്പെസിഫിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മെംബ്രെയിനിൽ കാണുന്ന പ്രോട്ടീൻ കമ്പോണൻസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡലിന് പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ മോഡൽ നോക്കുകയാണെങ്കിൽ സാൻഡ്വിച്ച് മോഡലാണ്, ബട്ട് ബൈ ഡേവ്സൺ ആൻഡ് ഡാനിയൽ. ഓക്കെ, James Daniel and 𝐒𝐥𝐸𝐵 in 1935 proposed the sandwich model of biological membrane. Biomembrane sandwich model propose ചെയ്തത് ആരാണ്? ഡേവ്സണും ഡാനിയലും. Okay, but ഈ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ according to this model, the phospholipid bilayer sandwiched between the proteins. Phospholipid bilayer sandwiched between the proteins. See, പിക്ചറിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ, ഒരു സാൻഡ്വിച്ച് പോലെ. അതായത് ഈ പറഞ്ഞ പോലെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഉണ്ട്, ഇവിടെ ഒരു ലെയർ ഓഫ് ലിപ്പിഡ് ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ ലെയർ ഓഫ് ലിപ്പിഡ് ഉണ്ട്, 2 ലെയർ ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. ആൻഡ് ദേ ആർ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ എ കണ്ടിന്യൂസ് ലെയർ ഓഫ് പ്രോട്ടീൻസ്. കണ്ടോ, മുകളിലും താഴെയുമായിട്ട് എന്തുണ്ട്? പ്രോട്ടീൻസിന്റെ 2 ലെയർ കൂടി ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് സാൻഡ്വിച്ച് മോഡൽ? എങ്ങനെയാണ്? ഫോസ്ഫോലിപ്പിഡിന്റെ ബൈലെയർ ഉണ്ട് ആൻഡ് അവരുടെ ചുറ്റുമായിട്ട്, അവരുടെ 2 സൈഡിലുമായിട്ട് എന്തും കൂടെ ഉണ്ട്? പ്രോട്ടീൻസും കൂടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോഫോബിക് ഹെഡ് പുറത്തേക്കും ഹൈഡ്രോഫിലിക് ടെയിൽ അകത്തേക്കുമായിട്ട് തന്നെയാണ് പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, so they described phospholipid bilayer sandwiched between 2 continuous layer of proteins.
The phospholipid bilayer is sandwiched between two continuous layer of what? Proteins. അതാണ് സാൻഡ്വിച്ച് മോഡൽ ഓഫ് ബയോളജിക്കൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പ്രപ്പോസ്ഡ് ബൈ ഡേവ്സൺ ആൻഡ് ഡാനിയൽ ഇൻ 1935. ഓക്കെ, എന്താണ് ഈ മോഡലിന്റെ ലിമിറ്റേഷൻ എന്ന് നോക്കിയാലോ? ഇറ്റ് ഡിഡ് നോട്ട് ഫുള്ളി അക്കൗണ്ട് ദ ഫ്ലൂയിഡിറ്റി ഓഫ് ദ മെംബ്രെയിൻ ഓർ ദി അസിമെട്രി ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ മെംബ്രെയിൻ ലെയേഴ്സ്. ഇപ്പൊ മെംബ്രെയിന്റെ ഫ്ലൂയിഡിറ്റിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റിയിട്ടില്ല? ഈ ഒരു മോഡലിന്, ഈ ഡേവ്സൺ ആൻഡ് ഡാനിയൽ മോഡലിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇപ്പോഴത്തെ കറന്റ്ലി അക്സെപ്റ്റഡ് മോഡൽ നോക്കാം, വിച്ച് ഇസ് ദി ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് ബയോളജിക്കൽ മെംബ്രെയിൻ. ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് ബയോളജിക്കൽ മെംബ്രെയിൻ ആണ് കറന്റ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ബയോളജിക്കൽ മെംബ്രെയിന്റെ മോഡൽ എന്ന് പറയുന്നത്. Okay, and this fluid mosaic model is proposed by Jonathan Singer and Gard Nicholson in 1972. 1972 Singer and Nicholson ആണ് fluid mosaic model propose ചെയ്തിട്ടുള്ളത്. Okay, so according to this model, membrane is not a rigid structure, it is semi-fluid in nature. According to ഫ്ലൂയിഡ് മൊസൈക് മോഡൽ, മെംബ്രെയിൻ എന്ന് പറയുന്നത് റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല, നേരെ മറിച്ച് മെംബ്രെയിൻ എന്താണ്? സെമി ഫ്ലൂയിഡ് ആണെന്നാണ് സിംഗറും നിക്കോൾസണും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മെംബ്രെയിൻ റിജിഡ് അല്ല, പക്ഷെ അതൊരു സെമി ഫ്ലൂയിഡ് നേച്ചർ ആണെന്നുള്ളതാണ് സിംഗർ ആൻഡ് നിക്കോൾസൺ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെമി ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്ലൂയിഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ഫ്ലൂയിഡ്? മെംബ്രെയിൻ ഫ്ലൂയിഡ് ആണെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് മോളിക്യൂൾസ് മൂവ് അറൌണ്ട് വിത്തിൻ ദ ലിപ്പിഡ് ബൈലെയർ. അതായത് ലിപ്പിഡ് ബൈലെയർ, ലിപ്പിഡ് ബൈലെയർ തന്നെയാണ് മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ലിപ്പിഡ് ബൈലെയർ കൊണ്ടാണ്. പക്ഷേ ഈ ലിപ്പിഡ് ബൈലെയറിൽ കാണുന്ന ഫോസ്ഫോലിപ്പിഡ്സും പിന്നെ അതിൽ കാണുന്ന പ്രോട്ടീൻസിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ലിപ്പിഡ് ബൈലെയറിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഇതിന്റെ ഫ്ലൂയിഡിറ്റി നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെമി ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞല്ലോ, ബയോളജിക്കൽ മെംബ്രെയിൻ സെമി ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു. എന്താണ് ഫ്ലൂയിഡിറ്റി? എന്താണ് ഫ്ലൂയിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഉണ്ടാക്കിയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ്സും അതേപോലെ തന്നെ മെംബ്രെയിൻ പ്രോട്ടീൻസിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ലിപ്പിഡ് ബൈലെയറിൽ കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഫ്ലൂയിഡ് നേച്ചർ. ദെൻ വാട്ട് അബൌട്ട് മൊസൈക്? എന്താണ് മൊസൈക്? ഫ്ലൂയിഡ് മൊസൈക് മോഡൽ അല്ലേ? ഇപ്പൊ എന്താണ് മൊസൈക്? അതായത് the pattern produced by the scattered protein molecules when the surface of the membrane is viewed from the above. ഈ മെംബ്രെയിൻ സർഫസ് മുകളിൽ നോക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രോട്ടീൻസ് ഒക്കെ എന്താണ്? സ്കാറ്റർ ചെയ്തിട്ടായിരിക്കും കാണാം. ഓക്കെ, അപ്പൊ അതൊരു മൊസൈക് അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. സി, ഇതൊരു മെംബ്രെയിന് നമ്മൾ എബവ് ടോപ്പിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ എന്താണ്? മെംബ്രെയിനിൽ കാണുന്ന ഓരോ പ്രോട്ടീൻസും പല സ്ഥലങ്ങളിലായിട്ട് സ്കാറ്റേർഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മൊസൈക് രീതിയിലായിരിക്കും, ഒരു മൊസൈക് പാറ്റേണിലായിരിക്കും മെംബ്രെയിൻ കാണാൻ വേണ്ടി പറ്റുക. അതുകൊണ്ടാണ് ബയോളജിക്കൽ മെംബ്രെയിന്റെ ഈ മോഡലിനെ അവർ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന് പറഞ്ഞത്. ആൻഡ് ദിസ് ഈസ് ദി കറന്റ്ലി അക്സെപ്റ്റഡ് മോഡൽ ഓഫ് ബയോമെംബ്രെയിൻ. ഏതാണ് കറന്റ്ലി അക്സെപ്റ്റഡ് മോഡൽ? ഫ്ലൂയിഡ് മൊസൈക് മോഡൽ, which is proposed by Singer and Nicholson in 1972. ഓക്കെ, അപ്പോ ഇനി നമുക്ക് മെംബ്രെയിന്റെ സ്ട്രക്ചറിലേക്ക് വരാം. ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത് മെംബ്രെയിനിന്റെ സ്ട്രക്ചറിലേക്കാണ്. മെംബ്രെയിൻ എന്തുകൊണ്ടാണ് മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്, മെംബ്രെയിന്റെ കോമ്പോസിഷൻ എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ്, proteins and carbohydrates. Membrane is made up of lipids, proteins and carbohydrates. ലിപ്പിഡ്സും പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും കൊണ്ടാണ് ബയോളജിക്കൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഓരോ കമ്പോണന്റും, ലിപ്പിഡും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ മെംബ്രെയിൻ ലിപ്പിഡ്സ്. മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്ന് പറയുന്ന സമയത്ത് ബയോളജിക്കൽ മെംബ്രെയിനിന്റെ ഒരു കോൺസ്റ്റിറ്റ്വന്റ് ആണ് ലിപ്പിഡ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ലിപ്പിഡും പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും കൊണ്ടാണ്. ഓക്കെ, അതിലുള്ള ലിപ്പിഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. സോ മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ മെംബ്രെയിനിൽ കാണുന്ന ലിപ്പിഡ്സിനെ നമ്മൾ മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്ന് പറയും. മെംബ്രെയിൻ ലിപ്പിഡ്സ് ജനറലി ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. മെംബ്രെയിൻ ലിപ്പിഡ്സ് ആർ ഫോസ്ഫോലിപ്പിഡ്സ്. ഓക്കെ, സോ ഈ മെംബ്രെയിനിൽ കാണുന്ന 3 തരത്തിലുള്ള ഫോസ്ഫോലിപ്പിഡ് ആണുള്ളത്. ഫോസ്ഫോഗ്ലിസറൈഡ്സ്, സ്ഫിൻജോലിപ്പിഡ്സ്, സ്റ്റീറോൾസ്. ഓക്കെ,
മെംബ്രെയിൻ ലിപ്പിഡ്സ് ആർ ജനറലി ഫോസ്ഫോലിപ്പിഡ്സ്. മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ജനറലി ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. പക്ഷെ എല്ലാം ഫോസ്ഫോലിപ്പിഡ് അല്ല, മെജോറിറ്റി ജനറലി ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. അതിൽ ലിപ്പിഡ്സിനെ ജനറലി മെംബ്രെയിനിൽ കാണുന്ന ലിപ്പിഡ്സിനെ ജനറലി 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാ? ഫോസ്ഫോഗ്ലിസറൈഡ്സ്, സ്ഫിൻജോലിപ്പിഡ്സ്, കൊളസ്റ്റിറോൾ. Phosphoglycerides, sphingolipids and cholesterol are the 3 type of lipids which is seen in the biological membrane. Biological membrane le generally biological membrane ഉണ്ടാക്കിയിട്ടുള്ളത് phospholipid കൊണ്ടാണ്. And lipids in the biological membrane are of 3 types. ഏതൊക്കെയാണ്? Phosphoglycerides, sphingolipids and sterols. ഓക്കെ, ഇതിൽ 3നെ നമ്മൾ സെപ്പറേറ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ആദ്യം ഫോസ്ഫോഗ്ലിസറൈഡ്സ് നോക്കാം. ഓക്കെ, ഫോസ്ഫോഗ്ലിസറൈഡ്സ് നോക്കാം. സി, അതിനു മുന്നേ ഈ ഒരു പിക്ചറിലേക്ക് വരുന്ന സമയത്ത് ബയോളജിക്കൽ മെംബ്രെയിൻ, ഇത് ഒരു സെല്ലിന്റെ മെംബ്രെയിൻ്റെ ഒരു പോർഷൻ നമ്മൾ എടുത്ത് നോക്കിയാൽ എങ്ങനെയാണ്? ബൈലെയർ ആയിട്ടാണ്, ലിപ്പിഡ്സിന്റെ ബൈലെയർ ആയിട്ടാണ് കാണുക. ഇവിടെ ഒരു ലെയറും ഇവിടെ ഒരു ലെയറും. അതിന്റെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിപ്പിഡിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ഇൻഡിവിജ്വൽ ലിപ്പിഡിനെ എടുത്ത് നോക്കിയാൽ, നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ഹെഡ് റീജിയൻ ഉണ്ടാവും, ഒരു ടെയിൽ റീജിയൻ ഉണ്ടാവും. ഹെഡ് റീജിയൻ ഉണ്ട്, ടെയിൽ റീജിയൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഫോസ്ഫോലിപ്പിഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഫോസ്ഫോഗ്ലിസറൈഡ്സ്. അപ്പോ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ള ലിപ്പിഡ്സിൽ ഒരാള് ഫോസ്ഫോഗ്ലിസറൈഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഫോസ്ഫോഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ഫോസ്ഫോലിപ്പിഡ് ഇൻ മെംബ്രെയിനിൽ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത് ആരാണ്? ഫോസ്ഫോഗ്ലിസറൈഡ്സ് ആണ്. അപ്പൊ ഫോസ്ഫോഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ഒരു ആംഫിപത്തിക് മോളിക്യൂൾ ആണ്. അതിന്റെ ഹെഡ് റീജിയൻ എന്ന് പറയുന്നത് പോളാർ ആണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും. ടെയിൽ റീജിയൻ എന്ന് പറയുന്നത് നോൺ പോളാർ ആണ്. ഹെഡ് റീജിയൻ എന്ന് പറയുന്നത് പോളാർ ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ ആണ്. ടെയിൽ റീജിയൻ എന്ന് പറയുന്നത് നോൺ പോളാർ ആണ്, ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ ആണ്. സോ ഈ ഫോസ്ഫോഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ഒരു ആംഫിപത്തിക് മോളിക്യൂൾ ആണ്. ഓക്കെ, ഫോസ്ഫോഗ്ലിസറൈഡ് ആംഫിപത്തിക് മോളിക്യൂൾ ആണ്. അതിന് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു ഹെഡ് റീജിയൻ ഉണ്ട്, ദെൻ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു ടെയിൽ റീജിയനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫോസ്ഫോഗ്ലിസറൈഡ്സ് കാണാൻ വേണ്ടി പറ്റുക. ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് റീജിയനും ഉണ്ട്, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു ടെയിൽ റീജിയനും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിലേക്കാണ് നമ്മൾ ഇനി സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ഒരു ഫോസ്ഫോഗ്ലിസറൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കിക്കേ, ഹെഡ് റീജിയനിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ഫോസ്ഫോലിപ്പിഡ് ആണല്ലോ, അപ്പൊ ഹെഡ് റീജിയനിൽ എന്തുണ്ടാവും? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ ഇവർക്ക് ഒരു ഗ്ലിസറോൺ ബാക്ക് ബോൺ ഉണ്ട്. ഈ ഹെഡ് ഗ്രൂപ്പിനെയും പിന്നെ ഫാറ്റി ആസിഡ് ടെയിലിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്ലിസറോൾ ബാക്ക് ബോൺ ഉണ്ടാവും. പിന്നെ അതേപോലെ ടെയിൽ റീജിയൻ എന്താണ്? ടെയിൽ റീജിയൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഫാറ്റി ആസിഡ് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പിനെയും ടെയിൽ റീജിയൻ ഉണ്ടാക്കിയുള്ളത് ഫാറ്റി ആസിഡ് ടെയിൽസ് ആണ്. ഈ ഫാറ്റി ആസിഡ് ടെയിൽസിനെയും ഫോസ്ഫോ ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്ലിസറോൾ ബാക്ക് ബോൺ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഫോസ്ഫോഗ്ലിസറൈഡ്സിന്റെ സ്ട്രക്ചർ. ഫോസ്ഫോഗ്ലിസറൈഡ്സിന്റെ സ്ട്രക്ചർ കിട്ടിയോ? എന്തൊക്കെ ഉണ്ടാവും? ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ഉണ്ടാവും, ഫാറ്റി ആസിഡ് ടെയിൽ ഉണ്ടാവും, അതിനെ രണ്ടിനും കണക്ട് ചെയ്തുകൊണ്ട് ഗ്ലിസറോൾ ബാക്ക് ബോണും ഉണ്ടാവും. ക്ലിയർ? അപ്പോ ഫോസ്ഫോഗ്ലിസറൈഡ്സിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള ഗ്ലിസറോളിനെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സോ ഗ്ലിസറോൾ ബാക്ക് ബോൺ ആണ് ഫോസ്ഫോഗ്ലിസറൈഡ്സിൽ ഉള്ളത്. ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ നോക്കിക്കേ, ഇതാണ് ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ അല്ലെ. ഈ ഗ്ലിസറോളിന്റെ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ. അതിന്റെ ഫസ്റ്റ് കാർബൺ അല്ലെങ്കിൽ ഇവിടെ എന്താണ്? ഫാറ്റി ആസിഡ് ഉണ്ട്. സെക്കൻഡിലേക്കും ഫാറ്റി ആസിഡ് ആണ്, തേർഡിലാണ് ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ഉള്ളത്. സോ ദിസ് ഈസ് ദ ഗ്ലിസറോൾ ബാക്ക് ബോൺ. ഗ്ലിസറോൾ ബാക്ക് ബോൺ ഉണ്ട്. 3 കാർബൺ ആണ് ഗ്ലിസറോളിനുള്ളത്. ഫസ്റ്റിലേക്കും സെക്കൻഡിലേക്കും ഫാറ്റി ആസിഡും, തേർഡിലാണ് എന്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ,
ഗ്ലിസറോളിന്റെ 3 കാർബൺ ആണ് ഗ്ലിസറോളിനുള്ളത് അല്ലെ. അതില് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ. ഈ തേർഡ് കാർബണിലേക്കാണ് എന്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് തേർഡ് കാർബണിലേക്കാണ്. ഫസ്റ്റിലും സെക്കൻഡിലേക്കും എന്താണുള്ളത്? ഫാറ്റി ആസിഡ് ചെയിൻ. ഓക്കെ, ഫാറ്റി ആസിഡ് ടെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ഗ്ലിസറോളിന്റെ തേർഡ് കാർബണിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ഈ ലിങ്കേജ് ഏതാണ്? അപ്പോ ഗ്ലിസറോളിന്റെ തേർഡ് കാർബണിലേക്ക് ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ലിങ്കേജ്, ഈ ബോണ്ട് എന്ന് പറയുന്നത് ഏത് ബോണ്ടായിരിക്കും? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ആണ്. എവിടെ കാണാ? ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് is connected to the glycerol backbone by phosphoester bond. And what about fatty acids? Fatty acids connect ചെയ്യുന്നത് ester bond വഴിയാണ്. ഫാറ്റി ആസിഡ് കണക്ട് ചെയ്തിട്ടുള്ളത് എസ്റ്റർ ബോണ്ട് വഴിയായിരിക്കും. ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുള്ളത് ഫോസ്ഫോഎസ്റ്റർ ലിങ്കേജ് വഴിയാണ്. ഓക്കെ, അപ്പോ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെ ഹെഡ് ഗ്രൂപ്പ് കാണാൻ വേണ്ടി പറ്റും? എഥനോൾ അമീൻ കാണാൻ വേണ്ടി പറ്റും, സെറൈൻ ഉണ്ട്, ഇനോസിറ്റോൾ ഉണ്ട്, കൊലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ഫോസ്ഫോഗ്ലിസറൈഡിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഹെഡ് ഗ്രൂപ്പ്, ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ഉണ്ടാവും. ദെൻ കണക്ട് ചെയ്തുകൊണ്ട് ഗ്ലിസറോൾ ബാക്ക് ബോൺ ഉണ്ടാവും, ഫാറ്റി ആസിഡ് ടെയിൽ ഉണ്ടാവും അല്ലെ. ഈ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് തന്നെ പലതരത്തിലുണ്ട്. ഓക്കെ, 4 ടൈപ്പ് ഓഫ് ഹെഡ് ഗ്രൂപ്പ് കാണാൻ വേണ്ടി പറ്റും. എഥനോൾ അമീൻ ഉണ്ട്, സെറൈൻ ഉണ്ട്, കോളൈൻ ഉണ്ട്, ഇനോസിറ്റോൾ ഉണ്ട്. സോ ഇഫ് എഥനോൾ അമീൻ ആണ് ഹെഡ് ഗ്രൂപ്പ് എങ്കിൽ ആ ഫോസ്ഫോഗ്ലിസറൈഡിനെ ഫോസ്ഫാറ്റിഡിൽ എഥനോൾ അമീൻ എന്ന് പറയും. സപ്പോസ് സെറൈൻ ആണ് ഹെഡ് ഗ്രൂപ്പ് എങ്കിലോ? ഫോസ്ഫാറ്റിഡിൽ സെറൈൻ. ഇനോസിറ്റോൾ ആണ് വരുന്നതെങ്കിൽ ഫോസ്ഫാറ്റിഡിൽ ഇനോസിറ്റോൾ. കൊളൈൻ ആണെങ്കിൽ ഫോസ്ഫാറ്റിഡിൽ കൊലൈൻ ആയിരിക്കും ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ആണ് അല്ലെ. അപ്പൊ ഫോസ്ഫേറ്റും ഉണ്ടാവും, ഒരു ഹെഡ് ഗ്രൂപ്പും ഉണ്ടാവും. ഈ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എഥനോൾ അമീൻ ആണെങ്കിൽ ആ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പിനെ ഫോസ്ഫാറ്റിഡിൽ എഥനോൾ അമീൻ എന്നായിരിക്കും പറയാം. ഓക്കെ, ഇനി സെറൈൻ ആണെങ്കിൽ ഫോസ്ഫാറ്റിഡിൽ സെറൈൻ, കോളൈൻ ആണെങ്കിൽ ഫോസ്ഫാറ്റിഡിൽ കൊലൈൻ, ഇനോസിറ്റോൾ ആണെങ്കിൽ ഫോസ്ഫാറ്റിഡിൽ ഇനോസിറ്റോൾ. ഓക്കെ ആണോ? അപ്പോ ഹെഡ് ഗ്രൂപ്പ് എത്ര തരത്തിലുണ്ട്? 4 ടൈപ്പ് ഓഫ് ഹെഡ് ഗ്രൂപ്പ് കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ്? ഫോസ്ഫാറ്റിഡിൽ എഥനോൾ അമീൻ എന്ന് പറയുമ്പോൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പ്ലസ് എഥനോൾ അമീൻ ആയിരിക്കും അവിടെ ഹെഡ് ഗ്രൂപ്പ് ആയിട്ട് വരിക. ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഫോസ്ഫേറ്റ് ഉണ്ടാവും, ഒരു ഹെഡ് ഗ്രൂപ്പ് ഉണ്ടാവും. അവിടുത്തെ ഹെഡ് ഗ്രൂപ്പ് എഥനോൾ അമീൻ ആണെങ്കിൽ ആ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പിന് ഫോസ്ഫാറ്റിഡിൽ എഥനോൾ അമീൻ എന്നാണ് പറയാം. അങ്ങനെ ഫോസ്ഫാറ്റിഡിൽ എഥനോൾ അമീൻ ഉണ്ട്, ഫോസ്ഫാറ്റിഡിൽ സെറൈൻ ഉണ്ട്, ഫോസ്ഫാറ്റിഡിൽ കോളിൻ ഉണ്ട്, ഫോസ്ഫാറ്റിഡിൽ ഇനോസിറ്റോളും ഉണ്ട്. ഓക്കെ, പിക്ചറിലേക്ക് വരുന്ന സമയത്ത് നോക്കിക്കേ, ഫാറ്റി ആസിഡ് ടെയിൽ ഗ്ലിസറോള് ഫോസ്ഫേറ്റ് ഉണ്ട്, പിന്നെ ഹെഡ് ഗ്രൂപ്പും ഉണ്ട്. ഇത് മൊത്തത്തിലാണ് ഫോസ്ഫാറ്റിഡിൽ. ഇപ്പൊ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഫോസ്ഫാറ്റിഡിൽ എഥനോൾ അമീൻ ആണ്. ഫോസ്ഫാറ്റിഡിൽ എഥനോൾ അമീൻ എന്ന് പറയുമ്പോൾ ഫാറ്റി ആസിഡ് ചെയിൻ ഉണ്ടാവും, ഗ്ലിസറോൾ ബാക്ക് ബോൺ ഉണ്ട്, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഹെഡ് ഗ്രൂപ്പ് ഉണ്ട്. ഈ മൊത്തത്തിലുള്ളതാണ് ഫോസ്ഫാറ്റിഡിൽ എഥനോൾ അമീൻ അല്ലെ. ഇത് നോക്കിക്കേ, ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് നോക്കിക്കേ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലേക്കാണ് നമ്മുടെ എഥനോൾ അമീൻ വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ടുഗദർ ഇതെന്താണ്? ഫോസ്ഫാറ്റിഡിൽ എഥനോൾ അമീൻ. ദെൻ ഫോസ്ഫാറ്റിഡിൽ സെറൈനും ഫോസ്ഫാറ്റിഡിൽ കൊലൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോസ്ഫാറ്റിഡിൽ സെറൈൻ ഉണ്ട്, ഫോസ്ഫാറ്റിഡിൽ സെറൈൻ ഉണ്ട്, ഫോസ്ഫാറ്റിഡിൽ കൊലൈൻ ഉണ്ട്. ഓക്കെ, ദെൻ ഫോസ്ഫാറ്റിഡിൽ എഥനോൾ അമീൻ. അപ്പോൾ ഓരോന്നിനെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫോസ്ഫാറ്റിഡിൽ എഥനോൾ അമീൻ ഗ്രൂപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്, എഥനോൾ അമീൻ. ഇപ്പൊ ഫോസ്ഫാറ്റിഡിൽ എഥനോൾ അമീൻ എന്ന് പറയുമ്പോൾ അതിനെ സെഫാലിൻ എന്ന് കൂടി പറയും. ഫോസ്ഫാറ്റിഡിൽ എഥനോൾ അമീൻ ഈസ് ഓൾസോ കോൾഡ് ആസ് വാട്ട്? സെഫാലിൻ. അതിന്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. എഥനോൾ അമീൻ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്, അപ്പോൾ ന്യൂട്രൽ ചാർജ് ആണ്. ദെൻ മെയിൻലി അത് കാണുന്നുള്ളത് ബാക്ടീരിയൽ മെംബ്രെയിനിലാണ്. ഓക്കെ, ബാക്ടീരിയൽ മെംബ്രെയിനിൽ കാണുന്ന
ഏറ്റവും കൂടുതൽ ബാക്ടീരിയൽ മെംബ്രെയിനിൽ കാണുന്നത് ഫോസ്ഫാറ്റിഡിൽ എഥനോളമൈൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദി സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് ഫോസ്ഫോലിപ്പിഡ് ഇൻ ബയോളജിക്കൽ മെംബ്രെയിൻ. അപ്പൊ നമ്മുടെയൊക്കെ ബയോ മെംബ്രെയിനിൽ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് കാണുന്ന ഫോസ്ഫോലിപ്പിഡ് ആണ് എന്തെന്ന് ഫോസ്ഫാറ്റിഡിൽ എഥനോളമൈൻ. പക്ഷെ ബാക്ടീരിയയിൽ ഏറ്റവും മെജോറിറ്റി ആയിട്ട് കാണുന്ന ഏറ്റവും മെയിൻ ആയിട്ട് കാണുന്നത് ഫോസ്ഫാറ്റിഡിൽ എഥനോളമൈൻ ആണ്. Then comes phosphatidylcholine. Phosphatidylcholine എന്ന് പറയുന്ന സമയത്ത് മെയിൻലി യുക്കാരിയോട്ടിക് മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഫോസ്ഫാറ്റിഡിൽകൊലൈൻ കൊണ്ടാണ്. യുക്കാരിയോട്ടിക് മെംബ്രെയിനിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത് ഏതാണ്? ഫോസ്ഫാറ്റിഡിൽകൊലൈൻ ആണ്. ബാക്ടീരിയന്റെ മെംബ്രെയിനിൽ ഫോസ്ഫാറ്റിഡിൽ എഥനോളമൈൻ ആണ്. യുക്കാരിയോട്ടിക് മെംബ്രെയിനിൽ ഫോസ്ഫാറ്റിഡിൽകൊലൈൻ ആണ്. ഫോസ്ഫാറ്റിഡിൽകൊലൈൻ is also called as what? ലെസിത്തിൻ. അതിന്റെയും നെറ്റ് ചാർജ് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. Phosphatidylcholine is also called as what? Lecithin. Net charge equal to 0. Net charge 0. Neutral ആണ്. Phosphatidyl ethanolamine പോലെ തന്നെ ഫോസ്ഫാറ്റിഡിൽകൊലൈനും ഈ പറഞ്ഞ പോലെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ ബാക്ക്ബോൺ, ഫോസ്ഫേറ്റിലേക്ക് ഒരു കൊലൈൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ പറഞ്ഞതാണ് കൊലൈൻ ഗ്രൂപ്പ്. കൊലൈൻ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു വാട്ട്? ഫോസ്ഫേറ്റ്. ഫോസ്ഫേറ്റിലേക്ക് കൊലൈൻ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണാം ഫോസ്ഫാറ്റിഡിൽകൊലൈൻ. Then എന്തുണ്ട്? ഫോസ്ഫാറ്റിഡിൽ സെറൈനും ഉണ്ട്, ഫോസ്ഫാറ്റിഡിൽ ഇനോസിറ്റോളും ഉണ്ട്. ഫോസ്ഫാറ്റിഡിൽ സെറൈൻ്റെ നെറ്റ് ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഫോസ്ഫാറ്റിഡിൽ ഇനോസിറ്റോളിനും നെറ്റ് ചാർജ് നെഗറ്റീവ് ആണ്. ഫോസ്ഫാറ്റിഡിൽ ഇനോസിറ്റോൾ എന്ന് പറയുന്ന ഒരു ഷുഗർ ഡെറിവേറ്റീവ് ആണ്. ആൻഡ് അതൊരു സിഗ്നലിംഗ് മോളിക്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോസ്ഫാറ്റിഡിൽ ഇനോസിറ്റോൾ പല സെൽ സിഗ്നലിംഗ് പാത്ത് വേസിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എ സിഗ്നലിംഗ് മോളിക്യൂൾ. ഇറ്റ് ആക്ട് ആസ് എ സിഗ്നലിംഗ് മോളിക്യൂൾ. ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്യാൻ ബി ഫർദർ എന്ത് ചെയ്യാം? ഈ ഹെഡ് ഗ്രൂപ്പിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? അപ്പോ 4 ടൈപ്പ് ഓഫ് ഹെഡ് ഗ്രൂപ്പ് ആണുള്ളത്. ഫോസ്ഫാറ്റിഡിൽ എഥനോളമൈൻ എന്ന് പറയുമ്പോൾ എഥനോളമൈൻ ആയിരിക്കും അവിടെ ഹെഡ് ഗ്രൂപ്പ് വരിക. ഫോസ്ഫാറ്റിഡിൽ സെറൈൻ ഉണ്ട്, ഫോസ്ഫാറ്റിഡിൽ കോളിൻ ഉണ്ട്, ഫോസ്ഫാറ്റിഡിൽ ഇനോസിറ്റോളും ഉണ്ട്. ക്ലിയർ? അപ്പൊ നമ്മൾ ഗ്ലിസറോൾ ബാക്ക്ബോണിനെ പറ്റി ഡിസ്കസ് ചെയ്തു. പിന്നെ എന്തെന്ന്? ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പിനെ പറ്റിയും ഡിസ്കസ് ചെയ്തു. ഇനി എന്താണുള്ളത്? ഫോസ്ഫോലിപ്പിഡില് ഫാറ്റി ആസിഡ് ടെയിലും ഉണ്ട് അല്ലെ? ദിസ് ഫോസ്ഫോഗ്ലിസറൈഡ്സ്. ഫോസ്ഫോഗ്ലിസറൈഡ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോസ്ഫോഗ്ലിസറൈഡിൽ എന്താണ്? ഫോസ്ഫോഗ്ലിസറൈഡ് ഇസ് മേഡ് അപ്പ് ഓഫ് എ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ്, എ ഗ്ലിസറോൾ ബാക്ക്ബോൺ ആൻഡ് ഫാറ്റി ആസിഡ് ടെയിൽ. ആ ഫാറ്റി ആസിഡ് ടെയിലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫാറ്റി ആസിഡ് നോക്കിക്കേ. ഫാറ്റി ആസിഡിന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെംബ്രെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും ഉണ്ട്. എന്താണ് ഡിഫറൻസ്? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട് ആണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബോണ്ടെങ്കിലും ഡബിൾ ബോണ്ട് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എല്ലാം സിംഗിൾ ബോണ്ട് മാത്രമേ കാണുള്ളൂ. ഓക്കെ, അപ്പോ see different types of saturated and unsaturated fatty acids ആണ്. അപ്പൊ ഈ ടേബിൾ ഒന്ന് ജസ്റ്റ് പഠിക്കാം. ഓക്കെ, ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യാം, നോട്ട് നെസസറി. ഇതിൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും കൊടുത്തിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ എക്സാമ്പിൾ ആണ് ലോറിക് ആസിഡ്, മൈറിസ്റ്റിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, സ്റ്റീറിക് ആസിഡ്, അരാക്കിഡിക് ആസിഡ്, ബെഹനിക് ആസിഡ്, ലിഗ്നോസെറിക് ആസിഡ്. ഓക്കെ, then unsaturated വരുമ്പോൾ പാൽമിറ്റോലിക്, ഓലിയക്, ലിനോലെനിക്, പിന്നെ അരാക്കിഡോണിക്, EPA, DHA, നെർവോണിക് ആസിഡ് ഒക്കെ സം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഫാറ്റി ആസിഡ് ഈ ഫോസ്ഫോഗ്ലിസറൈഡ്സിൽ കാണുന്ന ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ക്യാൻ ബി എന്താ? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ആകാം, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ആകാം. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ എല്ലാം സിംഗിൾ ബോണ്ട് ആയിരിക്കും. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഡബിൾ ബോണ്ട് എങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, then പ്ലാസ്മലോജൻസ്. പ്ലാസ്മലോജൻസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫോസ്ഫോഗ്ലിസറൈഡ് ആണ്. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് കണക്ട് ചെയ്യുന്നത് രണ്ടും എസ്റ്റർ ബോണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ? ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് കണക്ട് ചെയ്യുന്നത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് വഴിയും ഫാറ്റി ആസിഡ് കണക്ട് ചെയ്തിട്ടുള്ളത് എസ്റ്റർ ബോണ്ട് വഴിയാണെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ ഒരു ബോണ്ട് ഈതർ ബോണ്ട് ആണെങ്കിൽ, ഏത് ബോണ്ട്? ഫസ്റ്റ് കാർബൺ ഫാറ്റി ആസിഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ബോണ്ട് ഈതർ ബോണ്ട് ആണെങ്കിൽ, എസ്റ്റർ ബോണ്ടിന് പകരം ഈതർ ബോണ്ട് ആണെങ്കിൽ അങ്ങനെയുള്ള ഫോസ്ഫോഗ്ലിസറൈഡിനെ പ്ലാസ്മലോജൻസ് എന്നാണ് പറയാം.
ഇത് എവിടെയായിരിക്കും കാണുക? മെയിൻലി സീൻ ഇൻ ദ ഇന്നർ ലൈനിങ് ഓഫ് സ്ട്രെസ് ടിഷ്യൂസ്. സ്ട്രെസ് ടിഷ്യൂസിന്റെ ഇന്നർ ലൈനിങ്ങിലാണ് ജനറലി കാണുക. ആൻഡ് ഈതർ ബോണ്ട് ഈസ് മോർ സ്റ്റേബിൾ ദാൻ വാട്ട്? എസ്റ്റർ ബോണ്ട്. ഇപ്പൊ പ്ലാസ്മലോജന്റെ സ്ട്രക്ചർ നോക്കിക്കേ. പ്ലാസ്മലോജന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് അവിടെ പ്ലാസ്മലോജന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് ഒരു ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ഉണ്ട്. ദെൻ ഗ്ലിസറോൾ ബാക്ക് ബോൺ ഉണ്ട്. ഗ്ലിസറോൾ ബാക്ക് ബോണിൽ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ ആണ് ഗ്ലിസറോളിന്റെ തേർഡ് കാർബൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കാർബൺ ഒരു ഫാറ്റി ആസിഡിൽ ഫസ്റ്റ് കാർബണും അടുത്ത ഫാറ്റി ആസിഡ്. അപ്പോൾ ഈ ഫസ്റ്റ് കാർബൺ ഫാറ്റി ആസിഡുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഏത് ബോണ്ട് ആയിരിക്കും? ഈതർ ബോണ്ട് ആണെങ്കിൽ അത്തരത്തിലുള്ള ഫോസ്ഫോഗ്ലിസറൈഡ്സിനെ പ്ലാസ്മലോജൻസ് എന്ന് പറയും. ഓക്കെ, അത്തരത്തിലുള്ള ഫോസ്ഫോഗ്ലിസറൈഡ്സിനെ പ്ലാസ്മലോജൻസ് എന്നാണ് പറയാം. ക്ലിയർ ആണോ? ദെൻ ഇനി അടുത്ത് നമുക്ക് ഫോസ്ഫോലിപ്പേസസിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഫോസ്ഫോലിപ്പേസ് എന്ന് പറയുമ്പോൾ ഈ ഫോസ്ഫോഗ്ലിസറൈഡ്സിനെ അല്ലെങ്കിൽ ഫോസ്ഫോലിപ്പിഡിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എൻസൈംസ് ആണ് എന്തെന്ന്? ഫോസ്ഫോലിപ്പേസ് എന്ന് പറയും. സോ ഫോസ്ഫോലിപ്പേസ് വെച്ചിട്ടുള്ള ക്ലീവേജ് നോക്കുകയാണെങ്കിൽ ഫോസ്ഫോലിപ്പേസ് 4 ടൈപ്പാണ് പറയുന്നത്. ഫോസ്ഫോലിപ്പേസ് A1 ഉണ്ട്, ഫോസ്ഫോലിപ്പേസ് A2 ഉണ്ട്, ഫോസ്ഫോലിപ്പേസ് A2 ഉണ്ട്, ഫോസ്ഫോലിപ്പേസ് C ഉണ്ട്, ഫോസ്ഫോലിപ്പേസ് D ഉണ്ട്. അപ്പൊ 4 ടൈപ്പ് ഓഫ് ഫോസ്ഫോലിപ്പേസ് പറയാം. ഈ ഫോസ്ഫോലിപ്പേസ് A1 നോക്കിക്കേ. ഫോസ്ഫോലിപ്പേസ് A1 എവിടെയാണ് ക്ലീവ് ചെയ്യുന്നുള്ളത്? നമ്മുടെ ഗ്ലിസറോളും ഫസ്റ്റ് ഫാറ്റി ആസിഡും തമ്മിലുള്ള ബോണ്ട്, അതായത് ഗ്ലിസറോളിന്റെ ഫസ്റ്റ് കാർബൺ ഫാറ്റി ആസിഡുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ബോണ്ടിനെയാണ് ആര് ബ്രേക്ക് ചെയ്യുക? ഫോസ്ഫോലിപ്പേസ് A1 ബ്രേക്ക് ചെയ്യുക. അപ്പോ നമുക്ക് കിട്ടുന്ന സാധനം എന്താണ്? ഒരു ടെയില് മാത്രമേ ഉണ്ടാവും. ഒരു ടെയില് പോയില്ലേ? 2 ഫാറ്റി ആസിഡ് ടെയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫോസ്ഫോലിപ്പേസ് A1 വന്നിട്ട് ഫസ്റ്റ് കാർബണും ഫാറ്റി ആസിഡും തമ്മിലുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുക. അപ്പൊ ഒരു ഫാറ്റി ആസിഡ് ടെയിൽ പോയി. ബാക്കി മോളിക്യൂൾ എന്തേ ഉള്ളൂ? ഒരു ഫാറ്റി ആസിഡ് ടെയിലേ ഉള്ളൂ. അങ്ങനെയുള്ള ഫോസ്ഫോലിപ്പിഡ്സിനെ ലൈസോ ഫോസ്ഫോലിപ്പിഡ്സ് എന്നാണ് പറയാ കേട്ടോ. ലൈസോ ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ഉണ്ടാവും, ബാക്ക് ബോൺ ഉണ്ടാവും, പിന്നെ എന്താണുള്ളത്? ഒരു ഫാറ്റി ആസിഡ് ടെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ലൈസോ ഫോസ്ഫോലിപ്പിഡ്സ്. ദെൻ A2 നോക്കിക്കേ. A2 ഫോസ്ഫോലിപ്പേസ് A2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കാർബൺ ഫാറ്റി ആസിഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടല്ലേ ഉള്ളത്? ആ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അത് ഫോസ്ഫോലിപ്പേസ് A2 ആയിരിക്കും. ഫോസ്ഫോലിപ്പേസ് A2 ആണെങ്കിൽ ഏത് ബോണ്ടാ ബ്രേക്ക് ചെയ്യുക? ഗ്ലിസറോളിന്റെ രണ്ടാമത്തെ കാർബൺ ഫാറ്റി ആസിഡുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബോണ്ട്. അപ്പോഴും എന്ത് തന്നെയാണ് കിട്ടുക? ലൈസോ ഫോസ്ഫോലിപ്പിഡ് തന്നെയാണ് കിട്ടുക, അല്ലെ? ഈ ബോണ്ട് മാത്രം ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഫസ്റ്റ് കാർബൺ ഫാറ്റി ആസിഡുമായിട്ടുള്ള ബോണ്ട് അവിടെ തന്നെ ഉണ്ട്. A1 ഇല്ല, A2 വെച്ചിട്ടാണ് ക്ലീവ് ചെയ്യുന്നതെങ്കിൽ ആ ബോണ്ട് സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. ഏത് ബോണ്ട് മാത്രമേ ബ്രേക്ക് ആയിട്ടുള്ളൂ? ഈ ഗ്ലിസറോളിന്റെ സെക്കൻഡ് കാർബൺ ഫാറ്റി ആസിഡുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബോണ്ട്. അപ്പോഴും എന്തുണ്ട്? ആ ബോണ്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാലും ഫസ്റ്റത്തെ ഫാറ്റി ആസിഡ് സ്റ്റിൽ അവിടെ പ്രസന്റ് ആണ്. അപ്പോഴും നമുക്ക് കിട്ടുന്നത് ലൈസോ ഫോസ്ഫോലിപ്പിഡ് തന്നെയാണ്, അല്ലെ? ഒരു ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ്, ഗ്ലിസറോൾ ബാക്ക് ബോൺ, ഒരു ഫാറ്റി ആസിഡ് ചെയിൻ. രണ്ടാമത്തെ ഫാറ്റി ആസിഡ് ചെയിന് ഫോസ്ഫോലിപ്പേസ് A2 വന്ന് ക്ലീവ് ചെയ്തു. അപ്പോഴും എന്ത് കിട്ടും? ലൈസോ ഫോസ്ഫോലിപ്പിഡ് കിട്ടും, അല്ലെ? ഇനി ഫോസ്ഫോലിപ്പേസ് C ആണെങ്കിൽ ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുക. ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ്, ഫോസ്ഫേറ്റിനെയും പിന്നെ ഹെഡ് ഗ്രൂപ്പിനെയും അടക്കം എന്ത് ചെയ്യുന്നു? ക്ലീവ് ചെയ്യുന്നു. അപ്പൊ എന്തായാലും കിട്ടുള്ളൂ? ഗ്ലിസറോളും 2 ഫാറ്റി ആസിഡും. ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ഇല്ല. ഗ്ലിസറോളും 2 ഫാറ്റി ആസിഡും മാത്രമേ ഉള്ളൂ. അതിനെന്താ പറയാ? ഡൈഅസൈൽ ഗ്ലിസറോൾ. ഡാഗ് ആയിരിക്കും റിസൾട്ടിങ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഡാഗ് ആണ്, ഡൈഅസൈൽ ഗ്ലിസറോൾ. ഗ്ലിസറോളും 2 ഫാറ്റി ആസിഡ് ചെയിനും, ഡൈഅസൈൽ ഗ്ലിസറോൾ. ഫോസ്ഫോലിപ്പേസ് D ആണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ഈ ഹെഡ് ഗ്രൂപ്പിനെ മാത്രം റിമൂവ് ചെയ്യും. ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പിനെ മാത്രം റിമൂവ് ചെയ്യും. ഫോസ്ഫേറ്റ് അവിടെ തന്നെ ഉണ്ട്. ഹെഡ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തു, ഫോസ്ഫേറ്റ് അവിടെ തന്നെ ഉണ്ട്. ഫോസ്ഫോലിപ്പേസ് D ആണെങ്കിൽ ഹെഡ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തു, ഫോസ്ഫേറ്റ് പക്ഷെ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആ മോളിക്യൂൾ എന്തുണ്ടാവും? ഫോസ്ഫേറ്റ് ഉണ്ട്, ഗ്ലിസറോൾ ബാക്ക് ബോൺ ഉണ്ട്, 2 ഫാറ്റി ആസിഡ് ചെയിൻ ഉണ്ട്. ആ മോളിക്യൂളിനെ ഫോസ്ഫാറ്റിഡിക് ആസിഡ് എന്നാണ് പറയാ. ഫോസ്ഫാറ്റിഡിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഫോസ്ഫേറ്റ് ഉണ്ട്, ഗ്ലിസറോൾ ബാക്ക് ബോൺ ഉണ്ട്, 2 ഫാറ്റി ആസിഡ് ചെയിനും ഉണ്ട്.
എന്ത് മാത്രമേ പോയിട്ടുള്ളൂ? ഹെഡ് ഗ്രൂപ്പ് മാത്രം. എത്തലോൺ അമീനോ അല്ലെ സെറൈനോ കൊളൈനോ എന്താണ് ഹെഡ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഹെഡ് ഗ്രൂപ്പ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ ആ മോളിക്യൂളിന് ഫോസ്ഫാറ്റിഡിക് ആസിഡ് എന്ന് പറയും. ഫോസ്ഫോലിപ്പേസ് ഡിയുടെ ക്ലീവേജ്. ഫോസ്ഫോലിപ്പേസ് സി ആണെങ്കിൽ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് അടക്കമാണ് ക്ലീവ് ചെയ്ത് കളയാം. അപ്പൊ എന്തു മാത്രമേ ഉള്ളൂ? ബാക്ക് ബോണും 2 ഫാറ്റി ആസിഡ് ചെയിനും മാത്രമേ ഉള്ളൂ. ആ മോളിക്യൂളിന് ഡൈഎസൈൽ ഗ്ലിസറോൾ ഡാഗ് എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പോ ഫോസ്ഫോഗ്ലിസറൈഡ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മെംബ്രെയിൻ, ബയോളജിക്കൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് മെയിൻലി ലിപ്പിഡും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കൊണ്ടാണെന്ന് പറഞ്ഞു. അതിൽ ലിപ്പിഡിൽ തന്നെ 3 തരത്തിലുള്ള ലിപ്പിഡ്സ് കാണാൻ വേണ്ടി പറ്റും. ഫോസ്ഫോഗ്ലിസറൈഡ്സ്, സ്ഫിഞ്ചോലിപ്പിഡ്സ്, സ്റ്റീറോൾസ്. അതിൽ ഫോസ്ഫോഗ്ലിസറൈഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നുള്ളത് സ്ഫിഞ്ചോലിപ്പിഡ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സ്ഫിഞ്ചോലിപ്പിഡ്സിന്റെ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം സ്ഫിഞ്ചോസിൻ. സ്ഫിഞ്ചോസിനിൽ നിന്നുമാണ് സ്ഫിഞ്ചോലിപ്പിഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. എന്താണ് സ്ഫിഞ്ചോസിൻ എന്ന് പറഞ്ഞാൽ? an amino alcohol with a long hydrocarbon chain. സ്ഫിഞ്ചോസിന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു അമിനോ ആൽക്കഹോൾ ആണ്. ഓക്കെ, അമിനോ ആൽക്കഹോൾ, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്. അമിനോ ആൽക്കഹോൾ ആണ്. അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അമിനോ ആൽക്കഹോൾ വിത്ത് എന്താണ്? ലോങ് ഹൈഡ്രോകാർബൺ ചെയിൻ. ലോങ് ഹൈഡ്രോകാർബൺ ചെയിൻ ഉണ്ട്, അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കഹോൾ ഗ്രൂപ്പ് ഉള്ള ഒരു മോളിക്യൂൾ ആണ് എന്തെന്ന്? സ്ഫിഞ്ചോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ സ്ഫിഞ്ചോസിനിലേക്ക് ഫാറ്റി ആസിഡ് ചെയിൻ അറ്റാച്ച്ഡ് ടു അമിനോ ഗ്രൂപ്പ് ഓഫ് സ്ഫിഞ്ചോസിൻ ഈസ് കോൾഡ് സെറമൈഡ്. ഈ സ്ഫിഞ്ചോസിന് അമിനോ ആൽക്കഹോൾ ആണെന്ന് പറഞ്ഞല്ലോ. ഒരു അമിനോ ഗ്രൂപ്പും ഉണ്ട്, ഒരു ആൽക്കഹോൾ ഗ്രൂപ്പും ഉണ്ട്. ഈ സ്ഫിഞ്ചോസിന്റെ അമിനോ ഗ്രൂപ്പിലേക്കാണ് ആര് വന്ന് അറ്റാച്ച് ചെയ്യുക? ഫാറ്റി ആസിഡ് വന്ന് അറ്റാച്ച് ചെയ്യുക. നേരത്തെ നമ്മൾ ഫോസ്ഫോഗ്ലിസറൈഡിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഗ്ലിസറോൾ ആണ്. പക്ഷെ സ്ഫിഞ്ചോലിപ്പിഡ്സിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്? സ്ഫിഞ്ചോസിൻ ആണ്. ഓക്കെ, ഈ സ്ഫിഞ്ചോസിൻ എന്ന് പറയുന്നത് അമിനോ ആൽക്കഹോൾ ആണ്. അതിന്റെ അമിനോ ഗ്രൂപ്പിലേക്കാണ് ഫാറ്റി ആസിഡ് വന്ന് ജോയിൻ ചെയ്യുക ബൈ ദ ബോണ്ട്. ഏത് ബോണ്ടാണ്? പെപ്റ്റൈഡ് ബോണ്ട്, അമൈഡ് ബോണ്ട് അല്ലെ. അപ്പൊ പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ് ആര് കണക്ട് ചെയ്തിട്ടുള്ളത്? ഈ ഫാറ്റി ആസിഡ് എവിടേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്? എവിടേക്ക് കണക്ട് ചെയ്യും? അമിനോ ടെർമിനൽ, അമിനോ ഗ്രൂപ്പിലേക്ക്. സ്ഫിഞ്ചോസിന്റെ അമിനോ ഗ്രൂപ്പിലേക്ക് ഫാറ്റി ആസിഡ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ മോളിക്യൂളിനെയാണ് സെറമൈഡ് എന്ന് പറയാം. അപ്പൊ സെറമൈഡിൽ എന്തുണ്ടാവും? സ്ഫിഞ്ചോസിനും ഉണ്ട്, ഫാറ്റി ആസിഡും ഉണ്ട്. സെറമൈഡ് കൺസിസ്റ്റ് ഓഫ് സ്ഫിഞ്ചോസിൻ ആൻഡ് ഫാറ്റി ആസിഡ്. സ്ഫിഞ്ചോസിന്റെ അമിനോ ഗ്രൂപ്പിലേക്കാണ് ഫാറ്റി ആസിഡ് വന്ന് അറ്റാച്ച് ചെയ്യുക ബൈ അമൈഡ് ബോണ്ട്. ദെൻ ഹെഡ് ഗ്രൂപ്പ് വരണമല്ലോ. ഹെഡ് ഗ്രൂപ്പ് അപ്പൊ എങ്ങോട്ടേക്കായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക? ഹെഡ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നുള്ളത് ആൽക്കഹോൾ ഗ്രൂപ്പിലേക്കായിരിക്കും അല്ലെ. അപ്പൊ ഹെഡ് ഗ്രൂപ്പ് ഇസ് അറ്റാച്ച്ഡ് ടു ദ സ്ഫിഞ്ചോസിൻ. ഹെഡ് ഗ്രൂപ്പ് എവിടേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്? സ്ഫിഞ്ചോസിനിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ വരുന്ന ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നുള്ളത് ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പും ഉണ്ട്, നോൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പും ഉണ്ട്, നോൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പും ഉണ്ട്. സി, ഇതാണ് സ്ഫിഞ്ചോലിപ്പിഡിന്റെ സ്ട്രക്ചർ. അപ്പൊ സ്ഫിഞ്ചോലിപ്പിഡിൽ സ്ഫിഞ്ചോസിൻ ആണ് ഈ പിങ്ക് കളറിൽ കാണിച്ചിട്ടുള്ളത്. ഈ സ്ഫിഞ്ചോസിന്റെ അമിനോ ടെർമിനലിലേക്ക് NH കണ്ടോ? അമിനോ ടെർമിനലിലേക്ക്, അമിനോ ഗ്രൂപ്പിലേക്ക് ഫാറ്റി ആസിഡ് വന്ന് ജോയിൻ ചെയ്തു. അമിനോ ടെർമിനലല്ല, സോറി, അമിനോ ഗ്രൂപ്പിലേക്ക് ആര് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ഫാറ്റി ആസിഡ് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫോസ്ഫേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ് ഗ്രൂപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഹെഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഈ ആൽക്കഹോളിക്, ആൽക്കഹോൾ OH-ലുള്ള O ഉണ്ട്, ഇവിടെ H പോയി അല്ലെ. അപ്പൊ OH-ൽ ആൽക്കഹോൾ ഗ്രൂപ്പിലേക്കാണ് എന്ത് വന്ന് അറ്റാച്ച് ചെയ്യുന്നുള്ളത്? ഹെഡ് ഗ്രൂപ്പ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഈ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ് ഗ്രൂപ്പും ഉണ്ട്, നോൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പും ഉണ്ട്. ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പും ഉണ്ട്, നോൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പും ഉണ്ട്. സപ്പോസ് വരുന്നത് ഫോസ്ഫേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഏത് ലിങ്കേജ് ആയിരിക്കും? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആയിരിക്കും അല്ലെ. ഫോസ്ഫേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ് ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ ഫോസ്ഫോ എസ്റ്റർ ബോണ്ടും. ഇനി നോൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ആണെങ്കിൽ വരുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയിരിക്കും. നോൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മെയിൻലി എന്താണ്? ഒലിഗോസാക്രൈഡ്സ് ആണ് വരിക. സോ അവിടെ വരുന്ന ലിങ്കേജ് എന്ന് പറയുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയിരിക്കും. ഇനി നോൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പും ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പും ഉണ്ട്. അതിൽ നോൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ
ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഷുഗർ റെസിഡ്യൂ ആയിരിക്കും. ഓക്കെ, ഷുഗർ റെസിഡ്യൂ ക്യാൻ അറ്റാച്ച് ടു സ്പിൻജോസിൻ ബാക്ക് ബോൺ. ഷുഗർ റെസിഡ്യൂ ആണ് ഹെഡ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നതെങ്കിൽ അത് ഷുഗർ റെസിഡ്യൂ എന്ന് പറയുമ്പോൾ നോൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ആണ് അല്ലെ. അപ്പൊ ഷുഗർ റെസിഡ്യൂ ആയിരിക്കും എവിടേക്ക് അറ്റാച്ച് ചെയ്യുക? സ്പിൻജോസിന്റെ OH വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഷുഗർ റെസിഡ്യൂ ആണ്. സപ്പോസ് സിംഗിൾ ഷുഗർ ആണെങ്കിൽ ആ റെസിഡ്യൂവിനെ സെറിബ്രോസൈഡ് എന്നാണ് വിളിക്കുക. ഇനി ഒരു ഒലിഗോസാക്രൈഡ് തന്നെ വന്ന് അറ്റാച്ച് ചെയ്ത് ആ റെസിഡ്യൂവിനെ ഗാൻഗ്ലിയോസൈഡ് എന്ന് വിളിക്കും. സിംഗിൾ ഷുഗർ ആണെങ്കിൽ സെറിബ്രോസൈഡ്. ഇനി ഒരു വലിയ ഒലിഗോസാക്രൈഡ് ആണ് ഹെഡ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനെ ഗാൻഗ്ലിയോസൈഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ എല്ലാ സ്പിൻജോലിപ്പിഡ്സും എന്താണ്? ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ് എക്സെപ്റ്റ് സ്പിൻജോമൈലിൻ. സ്പിൻജോമൈലിനിൽ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് സ്പിൻജോമൈലിൻ ഒഴികെ ബാക്കി എല്ലാ സ്പിൻജോലിപ്പിഡും എന്താണ്? ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ്. ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഷുഗർ അല്ലേ വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഷുഗർ ആണ് ഹെഡ് ഗ്രൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളത് അല്ലെ. അപ്പൊ ഷുഗറും ഉണ്ട്, ലിപ്പിഡും ഉണ്ട്. അപ്പൊ ഗ്ലൈക്കോലിപ്പിഡ് ആണ് സ്പിൻജോലിപ്പിഡ്. സ്പിൻജോലിപ്പിഡ്സ് ആർ ജനറലി ഗ്ലൈക്കോലിപ്പിഡ്സ് എക്സെപ്റ്റ് സ്പിൻജോമൈലിൻ. സ്പിൻജോമൈലിൻ എന്ന് പറയുന്നത് ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ്. കാരണം സ്പിൻജോമൈലിന്റെ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ആണ്. സ്പിൻജോമൈലിന്റെ ഹെഡ് ഗ്രൂപ്പ് ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് സ്പിൻജോമൈലിൻ ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ്. ബാക്കി എല്ലാ സ്പിൻജോലിപ്പിഡും എന്താണ്? ഗ്ലൈക്കോലിപ്പിഡ് ആണ്. കാരണം അവരുടെ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ബേസ്ഡ് അല്ല, മറിച്ച് നോൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഷുഗർ റെസിഡ്യൂസ് ആണ് അവരുടെ ഹെഡ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. Then what about phosphate based? Phosphate based ആണെങ്കിൽ ഈ phosphocholline is attached to the terminal hydroxyl group of sphingosine. Sphingosine OH ഗ്രൂപ്പിലേക്ക് വരുന്നുള്ളത് ഒരു phosphate based ആയിട്ടുള്ള ഹെഡ് ആണെങ്കിൽ, സപ്പോസ് phosphocholline എന്ന് പറയുന്നത് phosphate based ആയിട്ടുള്ള ഹെഡ് ഗ്രൂപ്പ് അല്ലേ. ഈ phospho based ഹെഡ് ഗ്രൂപ്പ് ആണെങ്കിൽ OH വന്ന് അറ്റാച്ച് ചെയ്യാം. സ്പിൻജോസിന്റെ OH വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഒരു ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫോസ്ഫോസെറൈൻ അല്ലെങ്കിൽ ഫോസ്ഫോകൊലൈൻ പോലുള്ള ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ആണ് ഈ സ്പിൻജോസിന്റെ ടെർമിനൽ OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്പിൻജോലിപ്പിഡിനെ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയാം അല്ലെ. അത്തരത്തിലുള്ള സ്പിൻജോലിപ്പിഡ് ഒരു ഫോസ്ഫോലിപ്പിഡ് കൂടിയാണ്. കാരണം ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് അല്ലേ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള സ്പിൻജോലിപ്പിഡ് ആണ് സ്പിൻജോമൈലിൻ. സ്പിൻജോമൈലിൻ എന്ന് പറയുന്നത് ഒരു ഫോസ്ഫോലിപ്പിഡുമാണ്, ഒരു സ്പിൻജോലിപ്പിഡുമാണ്. ഫോസ്ഫോലിപ്പിഡുമാണ്, സ്പിൻജോലിപ്പിഡുമാണ്. ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയാൻ കാരണം എന്താ? സ്പിൻജോമൈലിന്റെ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ആണ്. ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ആണ്. ലിങ്കേജ് ഏതായിരിക്കും? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ലിപ്പിഡ് കൊണ്ടും പ്രോട്ടീൻ കൊണ്ടും കാർബോഹൈഡ്രേറ്റും കൊണ്ടാണ്. ലിപ്പിഡിൽ തന്നെ 3 ടൈപ്പ് ഓഫ് ലിപ്പിഡ് ഉണ്ട്. ഫോസ്ഫോഗ്ലിസറൈഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, സ്പിൻജോലിപ്പിഡ്സ് ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ലിപ്പിഡ് ഏതാണ്? സ്റ്റീറോൾസ് ആണ്. ഓക്കെ, അപ്പൊ സ്റ്റീറോൾ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റീറോളിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ദേ ഹാവ് ആൻ ഐസോപ്രിനോയിഡ് റിംഗ് സ്ട്രക്ചർ. സ്റ്റീറോളിൽ കാണുന്നത് ഐസോപ്രിനോയിഡ് റിംഗ് സ്ട്രക്ചർ ആണ് അല്ലെ. അപ്പൊ ഇതാണ് എന്തെന്ന്? കെമിക്കൽ സ്ട്രക്ചർ ഓഫ് കൊളസ്ട്രോൾ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതാണ് സ്റ്റീറോൾ റിംഗ് എന്ന് പറയുന്നത്, ഐസോപ്രിനോയിഡ് റിംഗ്. ഓക്കെ, അപ്പൊ സ്റ്റീറോൾസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഐസോപ്രിനോയിഡ് റിംഗ് സ്ട്രക്ചർ കൊണ്ടാണ് സ്റ്റീറോൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ദേ ഹാവ് ആൻ ഐസോപ്രിനോയിഡ് റിംഗ് സ്ട്രക്ചർ. ദെൻ പ്ലാന്റിൽ കാണുന്ന സ്റ്റീറോള് ഫൈറ്റോസ്റ്റീറോൾ ആണ്. ആനിമൽസിൽ കാണുന്നത് ഏതാണ്? കൊളസ്ട്രോൾ. ഈസ്റ്റിൽ കാണുന്ന സ്റ്റീറോൾ ഏതാണ്? എർഗോസ്റ്റീറോൾ. ബാക്ടീരിയസിൽ സ്റ്റീറോൾ അല്ല, പക്ഷെ കൊളസ്ട്രോൾ പോലുള്ള കൊളസ്ട്രോൾ ലൈക്ക് മോളിക്യൂൾസ് ഉണ്ട്, ദാറ്റ് ഈസ് ഹൊപ്പനോയിഡ്സ്. പ്ലാന്റിൽ കാണുന്ന സ്റ്റീറോള് ഫൈറ്റോസ്റ്റീറോൾ, ആനിമൽസിൽ കൊളസ്ട്രോൾ, ഈസ്റ്റിൽ എർഗോസ്റ്റീറോൾ, ബാക്ടീരിയാസിൽ കൊളസ്ട്രോൾ ലൈക്ക് ഹൊപ്പനോയിഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് കൊളസ്ട്രോളിന്റെ സ്ട്രക്ചറിലേക്ക് വരാം. അപ്പൊ കൊളസ്ട്രോൾ എന്തുണ്ടാവും? ഒരു സ്റ്റീറോൾ റിംഗ് ഉണ്ടാവും അല്ലെ. എക്സ്ക്ലൂസീവ്ലി ആനിമൽസിലാണ് കാണുന്നുള്ളത്. അവരുടെ സ്ട്രക്ചർ നേരത്തെ കാണിച്ചല്ലോ. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവർക്ക് ഐസോപ്രിനോയിഡ് ആയിട്ടുള്ള റിംഗ് സ്ട്രക്ചർ ഉണ്ടാവും. ദെൻ ദേ ആർ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഓൾ സെൽസ്. ഓക്കെ, ആൻഡ് മേജർ കമ്പോണന്റ് ഓഫ് സെൽ മെംബ്രെയിൻസ് ആണ്. ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ്റെ ഒരു മേജർ കമ്പോണന്റ് ആണ്. It is first isolated from bile. Cholesterol first isolate ചെയ്തുള്ളത് ബൈലിൽ നിന്നുമാണ്. And therefore cholesterol literally means solid alcohol from bile. Solid alcohol from bile ആണ്. അപ്പൊ കൊളസ്ട്രോൾ നോക്കിക്കേ, ലിപ്പിഡ് ബൈലെയർ ഉണ്ട്. ലിപ്പിഡ് ബൈലെയറിൽ ഇടയ്ക്ക് കണ്ടോ എംബഡഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും കൊളസ്ട്രോളിന്.
ഓക്കെ, അപ്പൊ കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾ ഒരു സ്റ്റീറോൾ ആണ്. സോ അവർക്ക് ഐസോപ്രിനോയിഡ് ആയിട്ടുള്ള റിംഗ് സ്ട്രക്ചർ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കൊളസ്ട്രോളിന്റെ ബയോസിന്തസിസ് നോക്കാം. കൊളസ്ട്രോളിന്റെ ബയോസിന്തസിസ് നോക്കാം. കൊളസ്ട്രോൾ ബയോസിന്തസിസിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പ് അസറ്റൈൽ കോയയും അസറ്റൈൽ കോയയും കൂടെ HMG-CoA ആവുന്നു. അസറ്റൈൽ കോയയും അസറ്റൈൽ കോയയും കൂടെ എന്താവുന്നു? HMG-CoA ആവുന്നു. ഈ HMG-CoA റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ മെവാലോണേറ്റ് ആവും. ഇങ്ങനെ ഒരു അസറ്റൈൽ കോയയും ഒരു അസറ്റൈൽ കോയയും കൂടെ ചേർന്ന് HMG-CoA ഉണ്ടായി. ഈ HMG-CoA റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈം എന്താക്കി മാറ്റി? മെവാലോണേറ്റ് ആക്കി മാറ്റി. ഓക്കെ, പിന്നെ ഈ മെവാലോണേറ്റ് എന്തായിട്ട് മാറും? ഐസോപെന്റിനൈൽ പൈറോഫോസ്ഫേറ്റ് IPP ആവും. IPP എന്താവും? FPP ഫാർനിസൈൽ പൈറോഫോസ്ഫേറ്റ്. IPP എന്താവുന്നു? FPP ഫാർനിസൈൽ പൈറോഫോസ്ഫേറ്റ് ആവുന്നു. ദെൻ ഫാർനിസൈൽ പൈറോഫോസ്ഫേറ്റ് പിന്നീട് സ്ക്വാലിൻ ആയിട്ട് മാറും. സ്ക്വാലിൻ ആണ് എന്ത് ഉണ്ടാവുന്നുള്ളത്? കൊളസ്ട്രോൾ ആയിട്ട് മാറുന്നുള്ളത്. സ്ക്വാലിൻ പിന്നീട് കൊളസ്ട്രോൾ ആയിട്ട് മാറും. ഇതൊരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഓക്കെ, എല്ലാ സ്റ്റെപ്പും ഇതിൽ ഡെപിക്റ്റ് ചെയ്തിട്ടില്ല. മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ് കൊളസ്ട്രോളിന്റെ ബയോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെംബ്രെയിന്റെ ലിപ്പിഡ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പൊ മെംബ്രെയിൻ ലിപ്പിഡ്സ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മെംബ്രെയിൻ ലിപ്പിഡ്സിൽ എടുത്തിട്ടുള്ളത്? മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ലിപ്പിഡും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കൊണ്ടാണ്. അതിൽ മെംബ്രെയിൻ ലിപ്പിഡ്സ് 3 തരത്തിലാണുള്ളത്. ഫോസ്ഫോഗ്ലിസറൈഡ്സ് ഉണ്ട്, സ്പിഞ്ചോലിപ്പിഡ്സ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഐ മീൻ സ്റ്റീറോൾസ് ഉണ്ട്. ഫോസ്ഫോഗ്ലിസറൈഡിന്റെ സ്ട്രക്ചർ പറഞ്ഞു. ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ഉണ്ടാവും. അവിടെ ബാക്ക് ബോൺ ഗ്ലിസറോൾ ആണ്. 2 ഫാറ്റി ആസിഡ് ചെയിൻ ഉണ്ട്. സ്പിഞ്ചോലിപ്പിഡ് എന്ന് പറയുമ്പോൾ ബാക്ക് ബോൺ സ്പിഞ്ചോസിൻ ആണ്. സ്പിഞ്ചോസിന്റെ അമിനോ ഗ്രൂപ്പിലേക്ക് ഒരു ഫാറ്റി ആസിഡ് വന്ന് അറ്റാച്ച് ചെയ്യും. അതിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലേക്കാണ് ഹെഡ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുക. അപ്പൊ സ്പിഞ്ചോലിപ്പിഡ്സിന്റെ ഹെഡ് ഗ്രൂപ്പ് ഐദർ ഫോസ്ഫേറ്റ് ബേസ്ഡും ആവാം, നോൺ ഫോസ്ഫേറ്റ് ബേസ്ഡും ആവാം. ഫോസ്ഫേറ്റ് ബേസ്ഡ് ആണെങ്കിൽ ഫോസ്ഫോലിപ്പിഡും കൂടി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സ്പിഞ്ചോമൈലിൻ എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ഉള്ള ഒരു സ്പിഞ്ചോലിപ്പിഡ് ആണ്. അതുകൊണ്ട് അതിനെ ഫോസ്ഫോലിപ്പിഡ് എന്നും പറയാം. ഇനി നോൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പും വരാം. നോൺ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഷുഗർ റെസിഡ്യൂസ് ആണ് വരിക. അപ്പൊ അത്തരത്തിലുള്ള സ്പിഞ്ചോലിപ്പിഡിനെ ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയും. ഈ ഷുഗർ റെസിഡ്യൂ ഒരു ഷുഗർ റെസിഡ്യൂ ആണെങ്കിൽ സെറിബ്രോസൈഡും, ഒന്നിൽ കൂടുതൽ ഒരു ഒലിഗോസാക്രൈഡ് ആണെങ്കിൽ അതിനെ ഗാൻഗ്ലിയോസൈഡ് എന്നാണ് പറയാം. പിന്നെ നമ്മൾ സ്റ്റീറോൾസിനെ കണ്ടു. സ്റ്റീറോൾ എന്ന് പറയുമ്പോൾ ഐസോപ്രിനോയിഡ് ആയിട്ടുള്ള റിംഗ് സ്ട്രക്ചർ അവർക്ക് എല്ലാ സ്റ്റീറോയിഡ്സിലും ഐസോപ്രിനോയിഡ് റിംഗ് സ്ട്രക്ചർ ഉണ്ടാവും. പ്ലാന്റിൽ കാണുന്ന സ്റ്റീറോൾ ഫൈറ്റോസ്റ്റീറോൾ, ആനിമൽസിൽ കൊളസ്ട്രോൾ, ഈസ്റ്റിൽ എർഗോസ്റ്റീറോൾ. ദെൻ ബാക്ടീരിയാസിലാണെങ്കിൽ സ്റ്റീറോൾ ലൈക്ക് ഹോപ്പനോയിഡ്സ്, കൊളസ്ട്രോൾ ലൈക്ക് ഹോപ്പനോയിഡ്സ് ആണ് കാണാൻ വേണ്ടി പറ്റുക. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് വാട്ട് മെംബ്രെയിൻ ലിപ്പിഡ്സ്. മെംബ്രെയിൻ ലിപ്പിഡ്സിനെ പറ്റിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ.